നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ഇംഗ്ലണ്ടും മെക്സിക്കോയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒരു സൂപ്പർ പോരാട്ടമാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മത്സരത്തിന് മുന്നോടിയായിട്ട് അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ട് ശരിക്കും ഭയക്കുന്നുണ്ട് ഒരു അട്ടിമറി എന്ന് പറഞ്ഞാൽ കളിക്കളത്തിൽ അട്ടിമറിയല്ല, മറിച്ച് മെക്സിക്കോ ആരാധകർ അവരുടെ പ്ലാൻ ആകെ അട്ടിമറിക്കുമോ എന്ന ഭയം ഇംഗ്ലണ്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലൊക്കെ സീക്രട്ടാക്കി വെക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ലീക്കായി എന്ന് മാത്രമല്ല, ഇംഗ്ലണ്ട് മെക്സിക്കോയിലേക്ക് കളിക്കാൻ വേണ്ടി എത്തിയ സമയത്ത് അവർക്ക് ദുരനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കളി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ആസ്തക്ക സ്റ്റേഡിയത്തിൽ ഒരു മികച്ച പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെക്സിക്കോ സിറ്റിയിൽ ആരാധകരൊക്കെ ആവേശത്തിലാണ്. ഇക്വഡോറിനെതിരെയുള്ള മെക്സിക്കോയുടെ മത്സരത്തിന് തലേനാൾ ചെയ്ത സംഭവങ്ങൾ നിങ്ങൾക്കറിയാലോ. വലിയ രൂപത്തിൽ പടക്കം പൊട്ടിക്കുകയും ഹോൺ ഉപയോഗിക്കുകയും അതുപോലെ വലിയ മൈക്ക് സെറ്റും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച്, ലൗഡ് സ്പീക്കറൊക്കെ ഉപയോഗിച്ച് അർദ്ധരാത്രിക്ക് ശേഷം ശബ്ദമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ഇക്വഡോറിയൻ താരങ്ങളുടെ ഉറക്കവും മറ്റുമൊക്കെ ഡിസ്റ്റർബ് ചെയ്യുക, അവരുടെ പ്ലാൻ മൊത്തം ഡിസ്റ്റർബ് ആക്കുക. ഇതായിരുന്നു ചെയ്തു കൂട്ടിയത് മെക്സിക്കൻ ആരാധകർ. ക്ലബ് ഫുട്ബോളിലൊക്കെ നമ്മളിത് നേരത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരു മാസമായിട്ടുള്ള ആളുകളാണ് ചെയ്തത്. ഒടുവിൽ ഇക്വഡോറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. അതേ കാര്യങ്ങൾ വീണ്ടും മെക്സിക്കോ സിറ്റിയിൽ ആവർത്തിക്കുമോ എന്ന ഭയമാണ് ഇംഗ്ലണ്ടിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ഒരു സബോട്ടേജ്, അതായത് ഒരു അട്ടിമറി ഭയക്കുന്നു. അത്തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഹോട്ടൽ ലൊക്കേഷൻ, ഇംഗ്ലണ്ട് ദേശീയ ടീം എവിടെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ള ഹോട്ടൽ ലൊക്കേഷൻ ലീക്ക് ആവില്ല. അങ്ങനെ സ്വസ്ഥമായിട്ട് അവർക്ക് അവരുടെ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിൻ്റെ അധികൃതർ വിചാരിച്ചത്. പക്ഷേ അവരുടെ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ലീക്കായി എന്ന് മാത്രമല്ല, അതെങ്ങനെ ലീക്കായി എന്നുള്ള വേറെ ചോദ്യമുണ്ട്. അത് മെക്സിക്കൻ ജേർണലിസ്റ്റുകൾ അവർക്ക് കിട്ടുമല്ലോ, അവർ ലീക്കാക്കി ഫാൻസിന് കൊടുത്താന്ന് പറയുന്നു. ഏതായാലും അങ്ങനെ ലീക്കായപ്പോൾ ഈ ഇംഗ്ലീഷ് ടീം അവിടെ എത്തുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ അവരെ കാത്തു നിൽക്കുകയാണ്. വലിയ രൂപത്തിലുള്ള ആളുകൾ അവിടെ കാത്തു നിന്നിട്ട് അവരെ കൂവി വിളിക്കുന്നു. ഇംഗ്ലണ്ട് ടീം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരെ കൂവി വിളിക്കുന്നു, ഹോട്ടലിലേക്ക് എത്തുമ്പോൾ കൂവി വിളിക്കുന്നു. അങ്ങനെ അവർക്കെതിരെ ഉച്ചത്തിൽ മെക്സിക്കോക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാൻറ്റുകൾ പാടുന്നു. ഏതായാലും ഇംഗ്ലീഷ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമുണ്ട്. ഇത് ഒരു സബോട്ടേജ് നടക്കുമോ എന്നുള്ള ഭയമുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഏർലി അവേഴ്സിൽ ഇനി എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി പണി കൊടുക്കുമോ എന്നുള്ളതാണ്. അത് തടയാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് എന്തായാലും ഇപ്പോൾ ഇംഗ്ലണ്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും സെക്യൂരിറ്റി വളരെയധികം ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള ഒരു സെക്യൂരിറ്റി പേഴ്സണൽസിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ ദി ഗാർഡിയൻ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾ കൂടിയ കാര്യവും അവരെ കൂവി വിളിച്ച കാര്യവും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഔട്ട്സൈഡ് ദി ഹോട്ടൽ ആഫ്റ്റർ ഇവൻറ്റ്സ് ഏർലിയർ ഇൻ ദി വീക്ക് വിച്ച് ലെഡ് ടു കംപ്ലൈൻസ് ഫ്രം ഇക്വഡോർ ഫുട്ബോൾ ഫെഡറേഷൻ. അത് ഒന്നാമത്തെ കാര്യം. വേറൊരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ 4 ആളുകൾ അവിടെ മെക്സിക്കോ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിക്കുകയുണ്ടായി. അത് ഇക്വഡോറിനെതിരെയുള്ള മെക്സിക്കോയുടെ വിജയാഘോഷത്തിനിടയിലാണ് അങ്ങനെ മരണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആകെ കാര്യങ്ങൾ പിടിവിട്ടു പോകുന്ന രൂപത്തിലേക്ക് സംഭവിച്ചു. More than 100 riot police in bulletproof vests are guarding the hotel. 100-ലധികം ഉള്ള ഈ കലാപങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റിയുള്ള പോലീസുകാർ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റൊക്കെ ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ടീമിൻ്റെ ഹോട്ടലിന് ചുറ്റുമുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് ഡോഗും ഡ്രോണും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി എന്നുകൂടി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ